വിവാഹത്തിന് മുമ്പേ തന്നെ അനാമികയുടെ അച്ഛൻ അനാമികയോട് പറയുന്നുണ്ട്, നീ അവിടെ പോയതിനു ശേഷം നിനക്ക് ആവശ്യമുള്ള സ്വർണം ഇട്ടിട്ട് ബാക്കി സ്വർണം ലോക്കറിൽ വെക്കാൻ പോവാണെന്നും പറഞ്ഞിട്ട് കൊണ്ട് ഇങ്ങോട്ട് തരണം. അത് വിറ്റിട്ട് വേണം ബാക്കിയുള്ളവർ കടവൊക്കെ വീട്ടാൻ. പയ്യെ പയ്യെ മോൾ അവിടുന്ന് തന്നെ അതിനുള്ള സ്വർണ്ണമൊക്കെ ഒപ്പിച്ചാൽ മതി എന്നൊക്കെ വേണു കല്യാണത്തിന് മുമ്പേ തന്നെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അനാമിക പറയാണ്, അച്ഛനതൊന്നും ഓർത്ത് പേടിക്കണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. അതിന്റെ വഴി പോലെ എല്ലാം ചെയ്യാൻ എനിക്കറിയാം അച്ഛ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനാമികയുടെയും അനിയുടെയും വിവാഹമൊക്കെ കഴിയുന്നുണ്ട്. അതിനുശേഷം കുറച്ചുനാൾ കഴിയണം കേട്ടോ, ഏകദേശം ഒരു 2 ആഴ്ച. അപ്പോഴേക്കും വേണു വിളിക്കുന്നുണ്ട്, മോളെ എന്തായി സ്വർണത്തിന്റെ കാര്യമൊക്കെ? മോളുടെ സ്വർണം മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളുടെ കടം മേടിച്ചില്ലേ, അയാളെ ദൂരെ കിടന്ന് വിളിയാ, ഒരു രക്ഷയുമില്ല, ഒരു സമാധാനം തരുന്നില്ല. മോള് ആ സ്വർണം ഇങ്ങ് എത്തിക്കുമോ എന്ന് ചോദിക്കാണ്. അയ്യോ അച്ഛാ, ഇപ്പൊ എങ്ങനെയാണ് എത്തിക്കാനാ, എന്ത് പറയും എന്ന് ചോദിക്കുന്നുണ്ട്. മോളെ ലോക്കറിൽ വെക്കാൻ പോവാണെന്ന് പറ എന്ന് പറയുന്നുണ്ട്. അതൊന്നും ഇവിടെ ഏക്കില്ല അച്ഛാ, കാരണം ഈ വീട്ടിലെ എല്ലാവരും സ്വർണ്ണം സൂക്ഷിക്കാറ്, ആരും ലോക്കറിൽ കൊണ്ട് വെക്കാറില്ല. കാരണം ഈ വീട് പോലെ സുരക്ഷിതമായിട്ട് മറ്റൊരു സ്ഥലമില്ലെന്ന് എല്ലാവരും പറയുന്നേ. അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തെപ്പറ്റി ഇന്നലെ സംസാരിച്ചിരുന്നു. എൻ്റെ അമ്മായിയമ്മയോട് പറഞ്ഞു സ്വർണ്ണമൊക്കെ കൊണ്ട് ലോക്കറിൽ വെക്കാൻ പോവാണെന്ന്. അപ്പം ചെറിയമ്മ പറയുക, മോക്ക് അങ്ങനെ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ തന്നേക്ക്, ഞാൻ അലമാരിൽ വെച്ചേക്കാന്ന്. പിന്നെ ഞാൻ എന്താ വെച്ചാൽ പറയാ, അവരിൽ കൊടുത്താൽ പിന്നെ എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ? അയ്യോ മോളെ, പിന്നെ എന്താ ചെയ്യാ, അയാള് വിളിയോട് വിളിയാ, ഒരു രക്ഷയുമില്ല. മോളെ എങ്ങനെയെങ്കിലും ആ ക്യാഷ് എത്തിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ അച്ഛാ, എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ആ സ്വർണം ഇവിടുന്ന് മാറ്റാം എന്ന് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വേണം, അയാൾ വിളിച്ചുകൊണ്ടിരിക്കുക, ഒരു സ്വൈര്യം തരുന്നില്ല. കുറച്ചെങ്കിലും കൊടുത്താൽ അത്രയും സ്വൈര്യമാവുമല്ലോ. പിന്നെ മോളെ എത്രയും പെട്ടെന്ന് ആ കമ്പനിയിലേക്ക് കയറി പറ്റാൻ നോക്കണം. 2 ആഴ്ച വിവാഹം കഴിഞ്ഞിട്ട് മോളൊന്നും മറക്കണ്ട. അത് മാത്രമല്ല കമ്പനിയിൽ നിന്നും അല്ലാതെയും കുറച്ച് ക്യാഷൊക്കെ ഇങ്ങോട്ട് എത്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനൊന്നും ഓർത്ത് വിഷമിക്കണ്ട, എല്ലാം ഞാനൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അവള്. അങ്ങനെ അനാമിക ഓർക്കാണ്, ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യാം, എങ്ങനെയാ അച്ഛനെ ക്യാഷ് എത്തിച്ചു കൊടുക്കാൻ പറ്റുക? ഈ സ്വർണം എന്തായാലും ഇവിടുന്ന് ലോക്കറിൽ കൊണ്ട് വെക്കാൻ പോവാന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ പറ്റില്ല. എൻ്റെ അമ്മായിമ്മ അത് മേടിച്ച് അവരുടെ അലമാരിൽ കൊണ്ട് വെക്കും. പിന്നെ എങ്ങനെ ഈ സ്വർണം ഇവിടുന്ന് മാറ്റും എന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അനാമിക ഒരു പ്ലാൻ ചെയ്യാൻ കേട്ടോ, അവളുടെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും അവളുടെ ബാഗിലാക്കിയിട്ട് അവൾ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഈ സ്വർണം മുഴുവനും കൊണ്ടുപോയിട്ട് അവളുടെ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് വളയും മാലയും മാത്രം ഇട്ടിട്ട് ബാക്കി മുഴുവനും കൊണ്ട് കൊടുക്കുന്നുണ്ട്. വേണു പറയാണ്, മോളെ ഇത് വിഷയമാവില്ലേ, ഇങ്ങനെ കൊണ്ട് തന്നെന്ന് അറിഞ്ഞാൽ അവിടെ ബഹളമാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിന്റെ അമ്മായിമ്മ സ്വർണ്ണം വേണ്ടി ചോദിച്ചാൽ എന്താ പറയാന്ന് ചോദിക്കാണ്. അച്ഛാ, അതിന് പറ്റിയ അടി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശല്യം ആ നന്ദും അവളുടെ ചേച്ചി നയനയുമാ. അവക്കിട്ടൊരു പണി കൊടുക്കാനും ഇത് നല്ലൊരു അവസരം എന്ന് പറയുന്നുണ്ട്. എന്താ മോളെന്താ ഉദ്ദേശിക്കുന്നേ എന്ന് ചോദിക്കാണ് വേണു. അതച്ഛാ, ഞാനിപ്പോ ഈ സ്വർണം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ലേ, ഇതിനു ശേഷം ഞാൻ വീട്ടിലോട്ട് പോകും. വീട്ടിൽ പോയിട്ട് നാളെ ഞാൻ പറയും എൻ്റെ അലമാരിലിരുന്ന് സ്വർണം കാണാനില്ല, ഞാൻ വീട്ടിൽ പോയ സമയത്താ കാണാതെ പോയെന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു സീൻ ക്രിയേറ്റീവിന് പറയുന്നുണ്ട്. അതിന് അവിടെ ആരെടുക്കാനാ മോളെ? എൻ്റെ പൊന്നച്ഛ, അതല്ല, ആ നയനെ കൊടുക്കാനുള്ള മനഃപൂർവ്വമായിട്ടുള്ള കെണിയായത്. കാരണം ഞാൻ എൻ്റെ ഒരു മാല കൊണ്ട് അവളുടെ മുറിയിൽ വെച്ചിട്ടുണ്ട്. നാളെ എല്ലാവരും സെർച്ച് ചെയ്യുമല്ലോ, അപ്പം അവളുടെ മുറിയിൽ നിന്നും അവളുടെ ബാഗിൽ നിന്നും ആ ഒരു മാല കിട്ടും. അങ്ങനെ അവള് കള്ളിയാണെന്ന് തെളിയും. ബാക്കി സ്വർണ്ണമൊക്കെ അവൾ കൊണ്ടുപോയി വിറ്റതാണെന്ന് ഞാൻ വരുത്തി തീർക്കും. അച്ഛൻ കണ്ടോ, അവർക്ക് ഒരുപാട് കടങ്ങളൊക്കെ ഉള്ളവരല്ലേ, അതുകൊണ്ട് അവരാണ് സ്വർണ്ണം എടുത്തതെന്ന് വരുത്തി തീർക്കാൻ എനിക്ക് എളുപ്പം അച്ഛാ. വേണു പറയുന്നുണ്ട്. അയ്യോ മോളെ, അത് വേണമായിരുന്നോ മോളെ? ആ ഉപേന്ദ്രൻ നടത്തുന്ന രക്ഷിച്ചതും ഈ വിവാഹം നടക്കാൻ കാരണമൊക്കെ ആ പെണ്ണാ. പിന്നെ അവക്കിട്ടിങ്ങനെ പാരമണിയുടെ കാര്യം ഉണ്ടായിരുന്നോ? അച്ഛന് സ്വർണം വേണോ? അയ്യോ അത് വേണം. എങ്കിൽ പിന്നെ ഇത് ചെയ്തേ പറ്റുള്ളൂ. കാരണം അവളുണ്ടല്ലോ, വേറെ ഒരു രക്ഷയുമില്ല. വേറെ എങ്ങനെ ഞാൻ അവിടുന്ന് സ്വർണം കൊണ്ടുവരുന്ന അച്ഛനീ പറയുന്നത്? ഇതാകുമ്പം എനിക്ക് അവളുടെ ഭയങ്കര ദേഷ്യ. അവളോട് നിന്ന് ഇറങ്ങിപ്പോവാണെങ്കിൽ പിന്നെ മൂത്ത മരുമകളുടെ സ്ഥാനം എനിക്കാ. അച്ഛനിപ്പോൾ അറിയാവോ, ഞാൻ അവിടുത്തെ അടിമയെ പോലെ ജീവിക്കുന്നത്. രവതി ചോദിക്കാണ്. അയ്യോ മോളെ, അതെന്താ പറ്റിയേ? എൻ്റെ പൊന്നമ്മേ, ആ കുടുംബത്തിലൊരു സിസ്റ്റം ഉണ്ട്. തലമുറകളായിട്ട് അവിടുത്തെ ഏറ്റവും മൂത്ത മരുമകളാണ് ആ വീട് ഭരിക്കുക. അതുകൊണ്ട് തന്നെ ആദ്യം മുത്തശ്ശി, അതിനു മുമ്പ് മുത്തശ്ശിയുടെ അമ്മായിമ്മ, ശേഷം മുത്തശ്ശിയുടെ മൂത്ത മരുമകളായ ദേവയാനി, ഇപ്പം ആ സ്ഥാനമേ അവിടുത്തെ നയനയ്ക്കാം. എന്തൊക്കെ പറഞ്ഞാലും ആ സ്ഥാനം അവിടെ നിന്ന് മാറാൻ പോണില്ലല്ലോ. അത് മാത്രമല്ല ആ മുത്തശ്ശനുണ്ടല്ലോ, അവളെന്ന് പറഞ്ഞാൽ അങ്ങ് ജീവന. അവൾ അതുപോലെ എല്ലാവരെയും കയ്യിലെടുത്ത് വെച്ചിരിക്കാം. എനിക്കൊന്നും ഒരു വിലയില്ല. അവൾ എന്ത് പറയുന്നു അതനുസരിച്ച് വേണം അവളെല്ലാവരും ജീവിക്കാൻ. അവൾ അവിടെ നിന്ന് ഔട്ടാവണേ പിന്നെ എനിക്ക് സിമ്പിളാണല്ലോ, ഞാൻ മാത്രം മതി അവിടെ, ആ കൊട്ടാരത്തിന്റെ രാജകുമാരി ഞാനാവണം എന്നൊക്കെ പറയുന്നുണ്ട്.
രേവതി പറയാണ് അതൊക്കെ നല്ല കാര്യം മോളെ. ആ ഒരു പോലെ അനന്തപുരി പോലെ ഒരു കൊട്ടാരത്തിൽ രാജകുമാരി മോളാണെന്ന് പറയുമ്പം ഹോ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. എന്ത് സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ നയനെ ഇറക്കിടാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും അന്വേഷിച്ച് പിടിച്ച് ഈ സ്വർണം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ എന്ത് ചെയ്യും മോളെ? അങ്ങനൊന്നും ഒരിക്കലും അറിയാൻ പോകുന്നില്ലമ്മേ. അതിനൊക്കെയുള്ള പ്ലാനിങ് എൻ്റെ കയ്യിലുണ്ട്. സ്വർണം ഞാൻ അവളുടെ കയ്യിൽ വെച്ചിട്ടുണ്ടല്ലോ. അത് മാത്രമല്ല അവൾ ഇന്നലെ വീട്ടിൽ പോയിരുന്നു. ആ ഒരു കാര്യം മതി എനിക്ക് അവളാണ് കൊണ്ട് വിറ്റേന്ന് പറയാൻ. മോളെ അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ മോളും ഇങ്ങോട്ട് വന്നില്ലേ? അപ്പം എന്താ ചെയ്യാ? എല്ലാവരും പറയില്ലേ മോളും വീട്ടിൽ പോയല്ലോ എന്ന്. ആ അതിനൊക്കെ ഒരു ഐഡിയ ഉണ്ടമ്മേ. എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അമ്മ അച്ഛനൊന്നും ഓർത്ത് പേടിക്കണ്ട. ഒരിക്കലും എൻ്റെ പേരിലൊരു പഴിയും വീഴില്ല. അതിനുള്ള പ്ലാനിങ് ഒക്കെ ഞാൻ പക്കായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അമ്മ കണ്ടോ, നാളെ അവൾ കുടുങ്ങും. അത് മാത്രമല്ല അച്ഛാ, എത്രയും പെട്ടെന്ന് സ്വർണം വിറ്റ് ക്യാഷ് ആക്കണം. അത് ഇന്നൊന്നും വേണ്ട, ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് മതി. കാരണം അവിടുത്തെ ബഹളമൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് മതി. അല്ലെങ്കിലേ നമ്മൾ കൊണ്ട് വിൽക്കുമ്പം അത് കണ്ടുപിടിച്ചാലോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. മോള് പറഞ്ഞത് ശരിയാ. ഞാൻ ഇന്ന് തന്നെ കൊണ്ട് വിറ്റ് കളം വീട്ടണമെന്ന് ഓർത്താ. എന്തായാലും ഇന്ന് വിൽക്കുന്നില്ല മോളെ. മോള് പറഞ്ഞ പോലെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എങ്ങനായെന്ന് മോള് പറ. അതിനുശേഷം അച്ഛൻ ഈ സ്വർണ്ണമൊക്കെ കൊണ്ട് വിറ്റോളാം. ശരി അച്ഛാ അമ്മേ, എന്നാൽ ഞാൻ പോവാം. മോളെ വല്ല കഴിച്ചിട്ട് പോ. ഇല്ലില്ല, അവിടെ ചെല്ലണം. ചെല്ലുമ്പളേ അവളുണ്ടല്ലോ നയന, വലിയ സദ്യ വരെ ഒരുക്കി വെച്ചിരിക്കുക. ആ ഫുഡ് മിസ്സാക്കണ്ടല്ലോ. ഞാൻ പോവാട്ടോ എന്നും പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. രേവതി പറയാണ് എന്തായാലും എൻ്റെ മോക്കിപ്പം നല്ല സന്തോഷമല്ലേ വേണോട്ടാ. പിന്നെ അല്ലാതെ അനന്തപുര തറവാട്ടിലെ മരുമകൾ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലാണോ? നമുക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റുന്ന ബന്ധാണോ അത്? നമ്മുടെ മോള് അത് സാധിച്ചെടുത്തില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സ്വർണ്ണമോഷണത്തിന്റെ പേരിൽ പ്രശ്നമൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. എൻ്റെ പേടി അതാ. വേണു പറയാണ് നമ്മളുടെ മോളെ നല്ല ബുദ്ധിയുള്ളവളാ. അവൾ ബുദ്ധിപരമായിട്ട് കളിച്ചോളും. ആ നയനേനെ അവളെ ഉപദ്രവിക്കണ്ടായിരുന്നു. എനിക്ക് അത് ഓർക്കുമ്പോൾ ഒരു പേടി. കാരണം ആ കുട്ടിയിൽ നമ്മുടെ മോളെ രക്ഷിച്ചത്. രേവതി പറയാണ് ഒന്ന് ചീഞ്ഞാലേ ഒന്നിന് വളമാവുള്ളൂ വേണോട്ടാ. അങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മളുടെ മോളുടെ നിലനിൽപ്പും നമ്മുടെ മോളുടെ ഭാവിയോ നമുക്ക് വലുത്. അതുകൊണ്ട് ഇപ്പം മറ്റൊരാളെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നയനയ്ക്ക് എന്ത് സംഭവിക്കുന്നത് നമ്മൾ ഓർക്കുകയും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വേണു പറയാണ് എനിക്ക് ചെറിയൊരു പേടി പോലെ എങ്ങനെയെങ്കിലും ഈ സ്വർണത്തിന്റെ വിഷയം കറങ്ങിത്തിരി നമ്മുടെ തലയിൽ വന്നാലോ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അനന്തപുര തറവാട് ആൾക്കാർ അത്ര ചില്ലറക്കാരൊന്നും അല്ല. എല്ലാവരും നല്ല ബുദ്ധിയുള്ളവർ തന്നെയാ. എന്തെങ്കിലും പ്ലാൻ അവിടെ CCTVയും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. എങ്ങനെയെങ്കിലും നമ്മുടെ മോള് കുടുങ്ങിയ എന്തായിരിക്കും അവസ്ഥ? അപ്പോഴേക്കും രേവതി പറയാണ് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഏട്ടനല്ലേ ഇപ്പൊ പറഞ്ഞേ അവൾ നല്ല ബുദ്ധിയുള്ളവളാന്ന്. അവൾ അതൊക്കെ പക്കായിട്ട് പ്ലാൻ ചെയ്തോളും. ഏട്ടനി അതോർത്ത് തല പൊണ്ണാക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പ്ലാനിങ്ങുമായിട്ട് നമ്മുടെ ആ പെൺകുട്ടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ അനാമിക, പെട്ടെന്ന് പേര് മറന്നു കേട്ടോ. അങ്ങനെ അനാമിക ഈ ഒരു പ്ലാനിങ്ങുമായിട്ട് അനന്തപുര തറവാട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഇനി അടുത്ത പ്ലാനിങ് എന്ത് ചെയ്യണം? അങ്ങനെ സ്വർണം മുഴുവനും അവൾ കൊണ്ടവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നയനെ കൊടുക്കണം. ആ ഒരു മാലയും കൊണ്ട് അവളുടെ മുറിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം അടുത്ത് എന്താണെന്നുള്ളത് നമ്മൾ അടുത്തൊരു ചർച്ച ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ചാനൽ ഇപ്പോൾ വ്യൂ തീരെ കുറവാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.